പല സ്ഥലങ്ങളിലും എനിക്ക് എലഫൻ്റെ പോസ്റ്റ്മോർട്ടം പ്ലാസ്റ്റിക്കിൻ്റെ കെട്ടാണ് ഇൻഡസ്ട്രിയിൽ ഉണ്ടാവുക. ഓക്കെ, ഞാൻ സ്ഥലങ്ങളൊന്നും പറയുന്നില്ല. ഒരു ഇത് സീസൺ കഴിഞ്ഞാൽ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ഉപ്പ് രസം, കാരണം ഈ മിക്ക ചിപ്സും ടേസ്റ്റ് ഉപ്പാണ്. ഇപ്പം എല്ലാം പാക്കറ്റിലാണ് വരിക. അത് പക്ഷെ മുൻപേ 2010 മുതൽ കേൾക്കുന്നുണ്ട് ശബരിമല ഭാഗത്തൊക്കെ ഈ പല ആനകളുടെയും. കോൺട്രവേഴ്സി, ബട്ട് we did a lot of postmortems and got a lot of plastic. കാരണം ഉപ്പ് രസം കഴിക്കും. പൊറോട്ടയും ചിക്കനും ഭയങ്കര ഇഷ്ടത്തോടുകൂടി കഴിക്കുന്ന ആനകളെ പറ്റി നമ്മൾ ഉണ്ട്. അതിനെ എങ്ങനെയാണ്, ആ ഒരു ഫുഡ് ഹാബിറ്റിനെ എങ്ങനെയാണ് കാണുന്നത്? ഇത് മാത്രമല്ല, ഒരുപാട് ട്രെൻഡുള്ള ഇതുണ്ട്. ചിക്കൻ ഇടിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ ഇതുണ്ട്. എന്ന് പറഞ്ഞാൽ ആടിനെ ഇടിച്ചു കൊടുക്കുക. ആടിനെ ഇങ്ങനെ എന്താ എങ്ങനെ കുക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഇതിൽ പൊടി പൊടിയാക്കി ലേഹ്യം കൊടുക്കുന്നതുണ്ട്. എനിക്കതിനോട് താല്പര്യമില്ല. ബിക്കോസ് ബേസിക്കലി ഇറ്റ്സ് എന്താ പറയുക, പ്ലാന്റ് ബേസ്ഡ് ഹെർബിവോർ ആയിട്ടുള്ള ഒരു ആനിമലാണ്. അതിൻ്റെ തീർച്ചയായിട്ടും ഇപ്പോൾ ഇത് തന്നെ വേണ്ട കോൺട്രവേഴ്സി. സോ ടേസ്റ്റ് ഒരു വലിയ ഇതാണ്. ഉപ്പ് രസം, ടേസ്റ്റ്, ആനിമൽ നല്ല സെൻസ് ഓഫ് ടേസ്റ്റ് ഉണ്ട്. സ്വീറ്റ്നെസ് ഭയങ്കര ഇതാണ്. നാച്ചുറലി ഇത് കിട്ടുമ്പോൾ അതിലേക്ക് അഡാപ്റ്റ് ചെയ്യാണ്. അല്ലാണ്ട് ഇതൊരു ഫുഡായിട്ട് ചൂസ് ചെയ്യല്ല. ഞാൻ എഗെയിൻസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരുപാട് ഈവൻ ലേറ്റസ്റ്റിൻ്റെ മുകളിൽ ഇപ്പോൾ ഗട്ട് മൈക്രോബയോം സിസ്റ്റം അറിയാലോ. നിങ്ങളുടെ ഈവൻ ഷീസോഫീനിക്ക് വരെ റീസൺ ആവാമെന്ന് പറയുന്നത് നിങ്ങളുടെ വയറ്റിനകത്തുള്ള ബാക്ടീരിയയുടെ സിംബയോട്ടിക് ബാക്ടീരിയയുടെ ചേഞ്ചസ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ മദർ എന്നാണ് നമുക്ക് ആദ്യത്തെ ഇത് കിട്ടുന്നത്. കാരണം വെജിനെ കൂടെ പോകുമ്പോഴാണ് ഫസ്റ്റ് ആസ്പിറേഷൻ എടുക്കുന്നത്. ഫസ്റ്റ് ഗട്ട് നിങ്ങളുടെ വയറ്റിനകത്തുള്ള ബാക്ടീരിയയിലെ ഫസ്റ്റ് ഇനോക്കുലം വരുന്നത്. ഇറ്റ് ഈസ് വെരി ക്രൂഷ്യൽ. ഒരുപാട് സ്റ്റഡീസ് വരുന്നുണ്ട്. ഗട്ട് ബ്രെയിൻ ആക്സസ് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് കൺസെപ്റ്റ് വരുന്നുണ്ട്. ഈ ഗട്ട് മൈക്രോബയോം വ്യക്തമായിട്ട് ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഞാനിതിനെ ഇതില്ല. അതൊരു ഇത് ചാൻസ് ഓഫ് എന്താ പറയുക, ഒരു എൻകൗണ്ടർ ഉണ്ടാവുന്നു. അത് ഇഷ്ടപ്പെടുന്നു, ടേസ്റ്റ് കൊണ്ട് ഇഷ്ടപ്പെടുന്നു. മങ്കീസിൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ ജോയിൻ സമയത്ത് ഒരുപാട് ട്രൂപ്പുകൾ കാട്ടിനകത്തുണ്ടായിരുന്നു. ഇപ്പോൾ ഒരൊറ്റ ട്രൂപ്പില്ല. എല്ലാം നഗരങ്ങളിലേക്ക് വരുന്നു, കൃഷിയിടങ്ങളിലേക്ക് വരുന്നു, അഡാപ്റ്റ് ചെയ്യുന്നു. നഗരങ്ങളിൽ ജനറേഷൻസ് ആയിട്ട് ജീവിക്കുന്ന മങ്കികളുണ്ട്, അർബൻ മങ്കീസ്. ഓക്കെ, അവർക്കൊരു ഇല പറിക്കാൻ പോലും അറിയത്തില്ല. They know how to steal it, they know how to beg, they know how to scavenge. അവരുടെ ഫുഡ് ഹാബിറ്റ്സ് ടോട്ടലി മാറിയിട്ടുണ്ട്. ഈവൻ ഡയബറ്റീസ് ഈസ് ദർ ഇൻ മങ്കീസ്. സോ അത് മൊത്തം സിറ്റുവേഷൻ മാറുകയാണ്. അതൊരു അഡാപ്റ്റബിലിറ്റിയാണ്. ഓക്കെ, കാരണം നിങ്ങൾ കാട്ടിനകത്ത് പ്രിഡേറ്റ് ചെയ്യപ്പെട്ട് നിൽക്കുന്നൊരു സ്ഥലത്തിൽ പുല്ല് മറ്റേ ഇലയും തിന്ന് നിൽക്കുന്നതിനേക്കാളും വളരെ ഈസി ആയിട്ട് ന്യൂട്രീഷ്യസ് ടേസ്റ്റി ഫുഡ് ഇവിടെ കിട്ടുകയാണെങ്കിൽ ഈ അഡാപ്റ്റ്സ്. കാട്ടിലെ ആനിമൽസ് എല്ലാം ഫ്രിഞ്ചിലേക്ക് വന്നു. ഇവിടെ വേറൊരു അർബൻ സൊസൈറ്റി തന്നെ ഫോം ചെയ്തു. അതിൻ്റെ 3, 5, 8 ജനറേഷൻസ് കഴിഞ്ഞു. 5, 8 ഒന്നും അല്ല കേട്ടോ, അതിനെക്കാളും കൂടുതൽ. ആൻഡ് ദേ ഡോണ്ട് നോ ഹൗ ടു ലീവ് ഇൻ ദ വൈൽഡ് ലൈഫ്. അങ്ങനെ ഒരുപാട് ഫോൾട്ടുകൾ നമുക്ക് പറ്റിയിട്ടുണ്ട്. 3,000 കുരങ്ങന്മാരെ നാട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് കാട്ടിലിട്ടു. എല്ലാം കൂടി തിരിച്ചു വന്നു. കൈസിൻ്റെ ഫോറസ്റ്റ് ഡിസീസുമായിട്ട് വന്ന് 150 പേര് ഹോസ്പിറ്റലൈസ്ഡായി, 15 പേര് മരിച്ചുപോയി. കാട് ചുരുങ്ങിയിട്ടില്ല. കേരളത്തിൽ കാട് ചുരുങ്ങിയിട്ടില്ല. യു ലുക്ക് അറ്റ് ഡാറ്റ. ഓ, കാടുകൾക്ക് പലതും സംഭവിക്കുന്നുണ്ട്. ഇൻവേസീവ് പ്ലാന്റ്സ് വരുന്നുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ദാറ്റ് ഇസ് ട്രൂ. പക്ഷെ കാടിൻ്റെ വിസ്തൃതി കുറഞ്ഞിട്ടില്ല. എത്ര വർഷമായിട്ട് കുറഞ്ഞിട്ടില്ല. Despite all the encroachments? Despite of all encroachments. You see the data yourself. Don't trust my word. See the data yourself. ഫോറസ്റ്റ് കവർ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ട്രീ കവറേ കുറയാതെ ഉള്ളൂ. ഫോറസ്റ്റ് കവർ കുറഞ്ഞിട്ടുണ്ട്. ഫോറസ്റ്റ് കവർ ഏരിയ വൈസ് കുറഞ്ഞിട്ടില്ല. പുതിയൊരു ഏരിയ നമ്മൾ വിട്ടുകൊടുത്തിട്ടില്ല. ആനിമൽസ് നേരത്തെ പറഞ്ഞതുപോലെ how they change their behavior because of the man-animal conflict. അപ്പോൾ അവർ ഗ്രൂപ്പ്സ് ഉണ്ടാക്കുന്നുണ്ട്, പ്ലാൻ ചെയ്യുന്നുണ്ട് അവർ. See what will happen next. അതിനെപ്പറ്റി എന്തെങ്കിലും സ്റ്റഡി ചെയ്തിട്ടുണ്ടോ? ലൈക്ക് ബിക്കോസ് it's an evolutionary process with the survival of the fittest. They are also preparing to fight. You know what is happening to them. So what next? See, ഈ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറഞ്ഞതിന് ഒരു റോങ് നോഷൻ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ ചാൾസ് ഡാർവിൻ ഉപയോഗിച്ചാണ്. സർവൈവൽ ഫിറ്റ്നസ് മാത്രമല്ല അതിനകത്ത് കോപ്പറേറ്റീവായിട്ട് നിൽക്കുന്ന ഇത്. ഫോർ എക്സാമ്പിൾ അൾട്രൂയിസം അറിയാമല്ലോ. യു നോ വാട്ട് ഈസ് അൾട്രൂയിസം? ഓക്കെ, അൾട്രൂയിസം ഏറ്റവും കൂടുതൽ ഇപ്പോൾ എലഫൻസിൽ അൾട്രൂയിസം ഉണ്ട്. ഓക്കെ, എലഫൻറ്റിൽ അൾട്രൂയിസം എന്ന് പറഞ്ഞാൽ ഒരു ആനയ്ക്ക് ഒരു കുഞ്ഞുണ്ടാവുന്നു, അതിന് ബാക്കി എല്ലാവരും പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് അൾട്രൂയിസ്റ്റിക് ബിഹേവിയർ. ഞാൻ സർപ്രൈസ് ആയിട്ടുണ്ട്. എനിക്കൊരു എലഫൻറ്റ് ഒരു സിക്കായിട്ട് ഡെഡായി അതിൻ്റെ കാഫ് നിൽക്കുകയാണ്.
ലൈവായിട്ട് നിൽക്കുകയാണ് എൻ്റെ കൂടെ. ഒരു ഇത് സക്കിൾ ചെയ്യാൻ നോക്കുന്നുണ്ട്. ഇത് ഞങ്ങൾ ട്രീറ്റ് ചെയ്ത് രക്ഷപ്പെടുത്താൻ നോക്കേണ്ടതാണ്. പക്ഷേ ഞങ്ങളുടെ കയ്യിൽ പോയി. ഈ കാഫ് ഫ്രാൻറ്റിക്കായിട്ട് നടക്കുകയാണ് ഇതിന് ചുറ്റും കുഞ്ഞിനെ. ഞങ്ങൾക്കിത് പോസ്റ്റ്മോർട്ടം ചെയ്തേ പറ്റൂ. ലാസ്റ്റ് ഞങ്ങൾ കാഫിനെ മൈൽഡായിട്ട് സെഡേറ്റ് ചെയ്ത് ഞങ്ങൾ മാറ്റി ഞങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്തു. ഞങ്ങൾ ഇതിന് എന്ത് ചെയ്യണം, ക്യാമ്പിലേക്ക് കൊണ്ടുപോകണോ അതോ അങ്ങനെ ഞങ്ങൾ 2 ദിവസം ഞങ്ങൾ അതിന് മിൽക്കൊക്കെ ഫീഡൊക്കെ ചെയ്ത് അത് ഞങ്ങളൊരു ഹേർഡിന് മെല്ലെ അപ്രോച്ച് ചെയ്തു. ഒരു മദർ അതിനെ അക്സെപ്റ്റ് ചെയ്തു. സറഗേഷ് അത് നോർമലാണ്. നോർമലാണ്. അപ്പം എൻ്റെ ക്യാമ്പിലുണ്ടായിരുന്നു ഒരു ഫീമെയിൽ എലഫൻറ്റ് ഉണ്ടായിരുന്നു. വാസ് സോ ബ്യൂട്ടിഫുൾ എലഫൻറ്റ് ദാറ്റ് ഫീമെയിൽ. ഞങ്ങൾക്ക് അബാൻഡൻ കാഫ്സിനെ കിട്ടും ഏത് കാട്ടിൽ. പല റീസൺസ് ഉണ്ട് അബാൻഡനിങ്. ഇഫ് യു വാണ്ട് ഐ വിൽ ടെൽ. സോ ഈ അബാൻഡൻ കാഫ്സിനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് ടൗണിലേക്ക് ഇറങ്ങും, അവിടെ കറങ്ങി ഇറങ്ങും, നമ്മൾ പിടിച്ചുകൊണ്ട് വരും. പിന്നെ ഒരു ഹെഡേക്കാണ് നമുക്ക്. പിന്നെ 24/7 നമ്മൾ ആ കാഫിനെ നോക്കേണ്ടത്, കുഞ്ഞുങ്ങളെ നോക്കണം, നമ്മളതിൻ്റെ കൂടെ കിടന്ന് ഉറങ്ങണം, ഫോസ്റ്റർ ചെയ്യണം. അപ്പോൾ പലപ്പോഴും ഞാൻ ഈ ഫീമെയിലിൻ്റെ അടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവളിത് അക്സെപ്റ്റ് ചെയ്യും. ഭയങ്കര ഒരു ക്വാളിറ്റിയുള്ള ഒരു ശരിക്കൊരു മെട്രിയാക്കായിരുന്നു ആ ഫീമെയിൽ. മരിച്ചുപോയി. അങ്ങനെയുള്ള സംഭവമുണ്ട്. സോ ദാറ്റ് ഈസ് അൾട്രൂയിസം. ഓക്കെ, ഈ അൾട്രൂയിസ്റ്റ് ബിഹേവിയറിൻ്റെ ഏറ്റവും അപ്പുറത്തെ അൾട്രൂയിസം ഏതിലാണ് കാണുന്നതെന്ന് അറിയാം? പറയാൻ പറ്റുമോ? ഉറുമ്പിലാണ്. അവൻ്റെ സെക്സ് അടക്കം കളയാണ് കംപ്ലീറ്റ്. ഓക്കെ, ഉറുമ്പിൽ 3 എണ്ണം ഉള്ളത്. പണിക്കാരനുണ്ട്, മെയിലുണ്ട്, ക്വീനുണ്ട്, ഫീമെയിലുണ്ട്. ക്വീൻ്റെ പരിപാടി പ്രസവിക്കാമെന്ന് മാത്രമാണ്. മെയിൽസിൻ്റെത് മെയ്റ്റ് ചെയ്യാമെന്ന് മാത്രമാണ്. ഈ പണിക്കാരനാണ് ഇത് കംപ്ലീറ്റ് ഉണ്ടാകുന്നത്. പണിക്കാരന് ഇതിനകത്ത് യാതൊരു റീപ്രൊഡക്റ്റീവ് റോളും ഇല്ല. അവൻ്റെ സെക്ഷൽ ബിഹേവിയറും അനാറ്റമി എല്ലാം ഉപേക്ഷിച്ചിട്ട് ഈ ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി കംപ്ലീറ്റ് അവൻ്റെ ലൈഫ് ഡെഡിക്കേറ്റ്. ദാറ്റ് ഈസ് അൾട്ടിമേറ്റ് അൾട്രൂയിസം. ഓക്കെ, സോ അൾട്രൂയിസം പറയുമ്പോൾ നമ്മൾ എന്താ പറയുക? ഫിറ്റസ്റ്റ് അല്ല ആണോ? സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് അല്ല. ഓക്കെ, ഡാർവിൻ ടേം ഉപയോഗിച്ചാൽ അതിൽ ഒരുപാട് വേരിയേഷൻസ് ഉണ്ട്. ഡാർവിൻ വേരിയേഷൻസ് ഉണ്ട്. അതിനാണ് അൾട്രൂയിസം എന്നൊക്കെ പറഞ്ഞു. ലൈക്ക്വൈസ് ഈ ബിഹേവിയർ ഇപ്പോൾ കോപ്പറേറ്റിംഗ് ഇൻ എലഫൻസിൽ നമ്മൾ കാണുന്ന ഈ ബിഹേവിയർ ഈ കഴിഞ്ഞ ഒരു 15 വർഷമായിട്ട് വ്യാപകമായിട്ട് വ്യാപിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, So what I'm asking is what happens next? Yes, that's the dynamic thing. That's a quite dynamic thing. അതാണ് നമുക്ക് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇത് കണ്ടിന്യൂസ് പ്രോസസ്സാണ്. എവല്യൂഷൻ ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഓക്കെ, അതിപ്പം ഫിനോട്ടിപ്പിക്, അതായത് നിങ്ങളുടെ രൂപമാറ്റത്തിൽ വരുന്നത് കുറച്ച് സമയം എടുക്കാമായിരിക്കും. ഇപ്പം നമ്മൾ ജീനോടൈപ്പിൽ വരുന്ന ചേഞ്ചസ്, ജെനറ്റിക്സിൽ വരുന്ന ചേഞ്ച്, കണ്ടംപററി എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ പുതിയൊരു ശാഖ തന്നെ വന്നിട്ടുണ്ട്. ഈ എവറി മിനിറ്റ് നിങ്ങൾക്ക് മൈറ്റോസ് ഉണ്ടാവുന്നു, നിങ്ങളുടെ റീപ്രൊഡക്റ്റീവ് സെൽസിൽ വരുന്ന ചേഞ്ചസ്, ഇതെല്ലാം ചേഞ്ചസ് ഉണ്ടാക്കുകയാണ്. സോ എവല്യൂഷൻ ഈസ് ഹാപ്പനിങ് ഇൻ ഫ്രണ്ട് ഓഫ് യു. ഓക്കെ, അതൊരു പണ്ട് നമ്മളെ കൺസെപ്റ്റിൽ എത്രയോ ബില്യൺ ഇയേഴ്സ് എടുത്ത് മില്യൺ ഇയേഴ്സ് എടുത്ത് നമ്മൾ മാറുന്നു എന്നുള്ളതല്ല. എവറി മൊമെൻറ്റ് ഈസ് എവല്യൂഷൻ ഈസ് ഹാപ്പനിങ്. ഇറ്റ്സ് എ ന്യൂ കൺസെപ്റ്റ്. ഇറ്റ്സ് കോൾഡ് കണ്ടംപററി എവല്യൂഷൻ. ഇത് ബിഹേവിയറിൽ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ബിഹേവിയറിൽ ഞങ്ങൾ കണ്ട എലഫൻസിൽ, കോൺഫ്ലിക്റ്റ് ആനിമൽസിലും, ഇപ്പം ഞാൻ പറഞ്ഞില്ല ഈ ഹേർഡിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഫ്രാഗ്മെൻറ്റേഷനാണ്. വലിയൊരു ശതമാനം ബുൾസും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഹാബിച്വറ്റ് കോൺഫ്ലിക്റ്റ് ആനിമൽ എന്ന് പറയും. അവൻ്റെ ബിഹേവിയറാണ്. ഓക്കെ, ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ശലഭം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, റീസെൻ്റ്ലി ഒരു സൗത്ത് ആഫ്രിക്കൻ പേപ്പർ വന്നിട്ട് ഒരു ബുള്ള് അതിൻ്റെ കുഞ്ഞിനുണ്ടാക്കണമെങ്കിൽ മിനിമം 50 years എടുക്കുന്ന പറഞ്ഞു. 50 വർഷം. ഓക്കെ, ആലോചിക്കുക. എലഫൻ്റ് വൈൽഡിൽ മാക്സിമം 70-75 അവൻ മാക്സിമം 70 ആകുമ്പോഴേക്ക് പല്ല് പോവും. അറിയാലോ, ഇത്ര സെറ്റ് പല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ആൾ തീർന്നു. അപ്പം വൈ ഇറ്റ് ഈസ് 50 years? ഇത്ര പ്രായത്തിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവുള്ളൂ. അത് നമ്മൾ പറഞ്ഞ ഒരു അപ്പാപ്പനായിട്ടാണ് കുട്ടികൾ ഉണ്ടാവുന്നത് ആക്ച്വലി. ഇതെന്തുകൊണ്ട് തന്നെ ഈ സെലക്ഷൻ പ്രോസസ്സാണ്. ഞാൻ പറഞ്ഞില്ലേ, മെയിൽസ് മുട്ടി അപ്പോഴാണ് അവൻ യഥാർത്ഥ ഒരു ബുള്ളാവുന്നുള്ളൂ. ഓക്കെ, അപ്പോഴേ അവന് സെർവ് ചെയ്യാൻ പറ്റുന്നുള്ളൂ, ഫീമെയിൽ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതേ സമയത്ത് വേറെ ബുൾസുണ്ട് അവിടെ. ഇത് കോമ്പറ്റ് ചെയ്ത് ആ ഏജ് സ്റ്റാൻഡേർഡ് എത്തിയാലേ ഇവന് പറ്റുള്ളൂ. ഓക്കെ, റൈറ്റ്, യു ഗെറ്റ് മീ? സോ ഇവിടെ വേറൊരു ഗ്രൂപ്പ് ഒരു 20-22 വയസ്സാകുമ്പം ഇയാൾ നേരെ കോൺഫ്ലിക്റ്റിലേക്ക് കയറുന്നു. ഓക്കെ, അവിടെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള, പെലക്റ്റബിൾ ആയിട്ടുള്ള, ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് കിട്ടുന്നു. ബോഡി നിന്നതിപ്പോൾ ചെയ്യും. അതായത് കോൺഫ്ലിക്റ്റ് ആനിമൽ നിങ്ങൾ കാണണം, സുന്ദരന്മാരായിരിക്കും, നല്ല തടിച്ച് നല്ല ബോഡിയിലും നല്ലത്. ഈ 50 വരെ ഇവൻ അറ്റൈൻ ചെയ്യേണ്ട സാധനം വിതിൻ 10 years ഈ കോൺഫ്ലിക്റ്റ് ആനിമൽ അറ്റൈൻ ചെയ്യും. ഇൻക്രീസസ് ബോഡി, ഇൻക്രീസസ് മൊത്തം ഇത്, ആൻഡ് he got a easy chance of mating. This is called risk taking behavior. ആലോചിക്കുക, 40 ആകുമ്പോഴേക്ക് തട്ടിപ്പോവുകയും ചെയ്യും. ഓക്കെ, കോൺഫ്ലിക്റ്റ് ഒരു റിസ്ക്കാണ്. നിങ്ങൾ ഹ്യൂമൻ ഏരിയയിലേക്ക് വന്ന് നിങ്ങൾ കോൺഫ്ലിക്റ്റ് ചെയ്യുമ്പം
നിങ്ങൾ പടക്കം പൊട്ടിക്കപ്പെടാം, പടക്കം ബെയ്റ്റ് വെച്ചിട്ട് ഒരുപാട് കേസുകളുണ്ട്, ഗൺ ഷോട്ട്, തീ, ഇലക്ട്രോക്യൂഷൻ, ഇതിലെല്ലാം പെടാം. പക്ഷേ ഈ ആനിമൽസിന് ഇത് അറിയോ? പിന്നെ തീർച്ചയായിട്ടും അവെയർ ഓഫ് അവിടെയാണ് പറഞ്ഞത്. സോ ദാറ്റ്സ് കോൾഡ് റിസ്ക് ടേക്കിംഗ് ബിഹേവിയർ. ഹ്യൂമൻസിലുണ്ട് അത്. അങ്ങനെ ഒരുപാട് പേപ്പേഴ്സ് ഉണ്ട്, ബഞ്ചി ജമ്പേഴ്സ്, അങ്ങനെ ഹെവി മോട്ടോർ സൈക്കിൾസ് പറഞ്ഞാൽ ദേ ആർ റിസ്ക് ടേക്കിംഗ് ബിഹേവിയേഴ്സ്. ഈ റിസ്ക് ടേക്ക് ചെയ്യുന്നതോടെ ഇവനൊരു അഡ്വാൻറ്റേജ് കിട്ടുന്നു, പെട്ടെന്ന് ഫീമെയിൽ എക്സസ് കിട്ടുന്നു. ബ്രീഡിങ് ആണല്ലോ, അത് മെയ്റ്റിംഗ് ആണല്ലോ. മെയ്റ്റിംഗ് കുഞ്ഞുങ്ങളുണ്ടാക്കുകയാണ് ഏത് സ്പീഷീസിൻ്റെയും അൾട്ടിമേറ്റ് എയിം. ഇത് അറ്റൈൻ ചെയ്യാൻ പറ്റുന്നു. ഇതൊരു ക്രോസ് കട്ടാണ്, ഒരു റിസ്ക്കാണ്. ഈ റിസ്ക് ടേക്കിംഗ് ചെയ്യുന്നത് ജെനറ്റിക് ആണ് പലപ്പോഴും. ദർ ആർ റിസ്ക് ടേക്കിംഗ് ജീൻസ്. ഓക്കെ, ഈ ആനിമൽസ് ഈ റിസ്ക് എടുക്കുന്നതോടെ ഇവന് പെട്ടെന്ന് അറ്റൈൻ ചെയ്യുക. ഈവൻ മറ്റൊരു നാച്ചുറൽ പ്രോസസ്സിലൂടെ 40-50 വർഷം എടുക്കുന്ന സംഭവം ഇയാൾ ഷോർട്ട് ടൈമിൽ എടുക്കുകയാണ്. അറ്റ് ദ സെയിം ടൈം ഹി ഈസ് സാക്രിഫൈസിങ് ഹിസ് ലൈഫ് അറ്റ് ഏർലിയസ്റ്റ്. ദിസ് ഇസ് റിസ്ക് ടേക്കിംഗ് ബിഹേവിയർ. ദിസ് ഇസ് ഹാപ്പനിങ്. ദേ ആർ ഹാബിച്വേറ്റഡ് കോൺഫ്ലിക്റ്റ് ആനിമൽസ്. അപ്പോൾ വയനാട് ഞാൻ പറയുകയാണ്, ഇപ്പോൾ എല്ലാവരുടെയും ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ട്, എല്ലാ ആനയും കോൺഫ്ലിക്റ്റ് ചെയ്യുന്നു. ഇല്ല, വയനാട് പറഞ്ഞാൽ 8-9 ബുൾസേ ഉള്ളൂ കോൺഫ്ലിക്റ്റ് ചെയ്യുന്നത്. 8-9 ഇൻഡിവിജ്വൽ ബുൾസേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ അതിനെ ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഹാബിച്വൽ അതിന് റേഡിയോ കോളർ ചെയ്തിട്ട് നമ്മൾ വർഷങ്ങളോളം മോണിറ്റർ ചെയ്തിട്ടുണ്ട്. അതിന് ഒരു രസകരമായ, ഞാൻ പലയിടത്തും പറഞ്ഞിട്ട് ഈ കഥ, മണിയൻ എന്ന് പറഞ്ഞൊരു ആന ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ആന. നമ്മൾ ബത്തേരിയിൽ നിന്ന് നമ്മൾ പുൽപ്പള്ളിക്ക് പോകുന്നതിന് ഇടയ്ക്കുള്ള ഒരു ചെറിയ സ്ഥലമാണ്. ഇയാളെന്ന് പറഞ്ഞാൽ ഭയങ്കര രസമുള്ള ബുള്ള, ഹ്യൂജ് ബുൾ, വലിയ ടസ്കൊക്കെ ആയിട്ട് നിൽക്കും. ഇയാൾ ആ ഗ്രാമത്തിൻ്റെ സൈഡിലേ നിൽക്കുള്ളൂ. ഓക്കെ, ഇപ്പുറത്തെ കൃഷിയുണ്ട്, വാഴയുണ്ട്, ഒരു ഇല പോലും ഇയാൾ പൊട്ടിക്കില്ല. അയാൾ അവിടെ വളരെ സ്വസ്ഥമായിട്ട് അവിടെ നിൽക്കും. ആൾക്കാർക്കും ഭയങ്കര പ്രിയങ്കരനാണ്, ഭയങ്കര ഇതായിട്ട്. ആൾക്കാർ പഴം കൊടുക്കും, ആ കയ്യിൽ നിന്ന് മേടിച്ച് തരും, കയ്യിൽ നിന്ന് മേടിച്ചു. അതിനെക്കാട്ടും മറ്റും ഒരിക്കലും ഒരാൾ മദ്യപിച്ചിട്ട് അതിനെ കൊമ്പ് തൂങ്ങാൻ പോയി. ആൾ തട്ടിയിട്ടു. എനിക്ക് കോൾ വന്നു, അയ്യോ കൊന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറന്ന് വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ കൊമ്പ് തൂന്നി ഇത് തട്ടി, അത്രയും കാമായിട്ടുള്ള ആനിമൽ. പക്ഷേ ഇയാളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എവറി മസ്ത് വരുന്ന സമയത്ത് ഞാൻ കോളർ ചെയ്തു, റേഡിയോ കോളർ ചെയ്തു. കാരണം തന്നെ വലിയൊരു കൊമ്പനല്ലേ ഈ നാട്ടിലേക്ക്. എപ്പോഴാണ് അന്ന് പോച്ചിങ് ഒക്കെ ഉള്ള സമയമാണ്, ഇപ്പോൾ എപ്പം വേണേൽ അടിച്ചു പോവാം. കോളർ ചെയ്തു, മോണിറ്റർ ചെയ്യുന്നുണ്ട്, നമ്മൾ മൂവ്മെൻറ്റ് മോണിറ്റർ ചെയ്യുന്നുണ്ട്. മസ്തായി കഴിഞ്ഞാൽ ഇയാൾക്ക് കൺട്രോൾ പോകും. അപ്പോൾ ഇയാൾ ഒരൊറ്റ പോക്കം പോകും, ആന്ധ്ര വരെയൊക്കെ പോയിട്ട് വരും. തിരിച്ചു വരുന്ന ഹ്യൂജ് ഫൈറ്റുമായിട്ടാണ്, ഫൈറ്റ് ഇഞ്ചുറി ആയിട്ടാണ്. വയറ്റത്ത് കുത്ത്, മറ്റടുത്ത് കുത്ത്. എൻ്റെ ജോലി ഇത് സ്നെയർ, ഇത് ഈ പന്നിക്ക് വെക്കുന്ന സ്നെയറൊക്കെ ആയിട്ടാണ് വരിക. എനിക്കൊന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ മയക്കൊടിക്കപ്പെട്ട ഒരു കാട്ടാന അതായിരിക്കും. ഞാൻ 8-9 തവണയോളം എന്നെ ഡാട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ തവണ എൻ്റെ പരിപാടി തന്നെ വന്ന് പുള്ളി മസ്ത കഴിഞ്ഞ് പാവമായിട്ട് വീണ്ടും അവിടെ വരും. മയക്കുക, ഇതെല്ലാം സ്റ്റിച്ച് ചെയ്യുക, ഉണക്കുക, വിടുക. ലാസ്റ്റ് അത് മരണപ്പെട്ടതെന്ന് പറഞ്ഞാൽ വേറെ ആന ഹാർട്ടിലേക്ക് കുത്തിയിട്ടാണ്. ഈ സെയിം തൊട്ടടുത്ത്. കാരണം ബിഹേവിയർ ഈസ് ഡിഫറെൻറ്റ്. ഇയാളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് മസ്ത് വരുമ്പോൾ ഇയാൾ ബിഹേവിയർ മാറുകയാണ്. അതുകൊണ്ടാണ് ഇയാൾ പോകുന്നത്, ഇയാൾ ഇൻഫൈറ്റ്, മറ്റത് ഫൈറ്റ് ഒഴിവാക്കാൻ വേണ്ടി ഇയാൾ നിൽക്കുന്നത്. സോ എലഫന്റ് ബിഹേവിയർ ഇസ് സോ ഡൈനാമിക്, സോ ഡിഫറെൻറ്റ്. മനസ്സിലായോ? ഭീകര കൺസെപ്റ്റ് ആയിട്ട് കോൺഫ്ലിക്റ്റിൽ പോകുന്ന എല്ലാത്തിനും ഇപ്പോൾ ഈ മീറ്റിംഗ് നടക്കുന്നുണ്ടോ? അതായത് സക്സസ് ആണ്. സക്സസ് ആണ്. അവൻ ഇതേ കോൺഫ്ലിക്റ്റ് ബിഹേവിയർ, റിസ്ക് ടേക്കിംഗ് ബിഹേവിയർ അടുത്ത ജനറേഷൻ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഹ്യൂമൻസിൽ ഇത് വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആണ്. ഷിസോഫ്രീനിക് ജീൻ്റെ ഒക്കെ അടുത്ത് വരുന്ന ഒരു ക്ലസ്റ്റർ ഓഫ് ജീൻസ് ആണ്.